പിന്നെ നമ്മൾ ഇതാ ഇതേപോലെയാണ് നമ്മൾ ഒരു ഒരു മഴ പെയ്യുമ്പോൾ പിന്നെ എന്നിട്ട് വിരിയാതിരിക്കില്ലല്ലോ, എന്തായാലും വിരിയും. അപ്പം ഇതാണ് നമ്മൾ കുറേ ഷോർട്ടിൽ കാണിച്ചെന്ന പൂവ്. ആ പൂവല്ലത് നല്ല മണമുള്ളൊരു പൂവാണ്. ഇത് നമ്മൾ തൊടുമ്പോൾ എന്നിട്ട് പതുക്കെ തൊടാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇല എന്നിട്ട് പോലെ. ഞാൻ മണത്ത് നോക്കട്ടെ. അത്യാവശ്യമുണ്ട്. പിന്നെ ഇതാ നമ്മളെ റോസ് കണ്ടിനാ, അതാ ഇത് റോസാനാണ് കണ്ടോ. അതിൻ്റെ ഇലൊന്ന് നിങ്ങൾ നോക്കിയേ, ഒരു ഇല പോലെ ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതും റോസാണ്. ഇതിൻ്റെ പേര് റോസ് എന്നാണ്. ഇതാണല്ലോ അത് ഒരു പ്രത്യേക ഞാൻ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ടാവും, കുറേ ഷോർട്ടിലും ഇട്ടിട്ടുണ്ടാവും. ഇത് ഇന്നലെ ഞാൻ മുട്ട്, പിന്നെ നോട്ട് ഇന്നലെ വളർന്ന് ഈ മുട്ടാണ് ഇന്നലെ ഇരിക്കുന്ന മുട്ടേനും ഫുള്ള് മുട്ടേനും ഒപ്പനെ വിരിഞ്ഞ് കാണുന്നതാണ് കേട്ടോ. ഇത് കാണുന്ന മുഴുവനും ഇനിയും വിരിയാണ്ട്, ഇനിയും വിരിയുമ്പോൾ നമുക്ക് ഇനിയും കാണാം. ഇതൊക്കെ നമ്മളെ കുഴിച്ചിട്ടൊരു സംഭവം. പിന്നെ എന്താ മഞ്ഞക്കാലത്തൊക്കെ ഉണ്ടാവുന്ന ചെടികളാണ് ഇത്. നമ്മൾ തൊടുമ്പോൾ തരാനായിട്ട് ഊരിപ്പോലും അത് വേണ്ടാന്ന് വെച്ച്. പിന്നെ ഞാനില്ലേ കാണാൻ വേണ്ടിയിട്ട് വെക്കുന്നതല്ല ഇത്. പിന്നെ ഞാൻ എപ്പോഴും നമ്മളെ ഷോക്കേസിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ വാസ്തു ചെടിക്ക് കിട്ടുന്ന വേറൊരു ഭംഗി നമുക്ക് കിട്ടൂല. പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ വെക്കുന്ന എല്ലാ ചെടികൾക്കും ഓരോരോ ഭംഗിയുണ്ട് കേട്ടോ, പ്രത്യേക ഭംഗി. പക്ഷെ അതൊക്കെ കാണുമ്പോൾ തോന്നുന്ന നമുക്കന്നേരം അറിയില്ലല്ലോ. ഫസ്റ്റ് ഇത് വാടിയിട്ടിരുന്നേ, നമുക്ക് ഇത് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു തണ്ടനോട്ട് ഉണ്ടായി, അങ്ങനെ ഉണ്ടായി കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, ഒരു രസമാണ്, നമുക്കൊരു സന്തോഷമാണ്, കാണുന്നവർക്കൊരു ഭംഗിയുമാണ്. ഇത്ര തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്ത് കയറാത്തതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് പിന്നെ കാണുന്ന അത്ര കാഴ്ച നമുക്ക് അത്ത് കിട്ടിയാൽ കാണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ, പുറത്തേക്ക് ഇറങ്ങണില്ലേന്നാണ് ഇപ്പം ചോദിക്കുന്നത്. അല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങും, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ മഞ്ഞ് ഉണ്ടോയെന്നറിയില്ല. എന്നാലും ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു ഇതിറ്റാൽ മതി, അത് നമ്മളെ നമുക്ക് ഇതിനായിട്ട് പറ്റുന്ന. ഇതല്ലാതെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ പിക്ചർ കാണിച്ചെടുക്കുമ്പോൾ അവരുടെ ഇഷ്ടം കൂടി വേണ്ട, അവരുടെ ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പം അത് നമുക്ക് ഇഷ്ടമുള്ള സംഭവം നമ്മൾ പ്രിയപ്പെട്ടത്. ഞാൻ മഴ പെയ്തണ തോന്നുന്നുണ്ട് കേട്ടോ. എന്നും ആകാശത്തിൽ ഏറ്റവും ഞാൻ ഇന്നലൊക്കെ നോക്കിയതാണ്. നമ്മളില്ലേ ആകാശത്തിലില്ലേ ഒരു സൂര്യപ്രകാശം എന്നിട്ട് വരണില്ല, എല്ലാ മഴക്കാരൻ്റെ തന്നെ. പക്ഷെ മഴ എപ്പോഴാണ് പെയ്യറിയോ, രാത്രി. നമ്മളൊന്നും അറിയാതെയാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മൾ മുറ്റം വെള്ളം നനഞ്ഞ പോലെ ഒരു കാറ് വരുന്നത്. അത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഡൗട്ട് തോന്നുന്നത് മനസ്സിൽ. ഉണങ്ങിയതായെങ്കിൽ പിന്നെ ഉണങ്ങി ആന്ന് പറയും. ഞാൻ വീഡിയോ എടുക്കണ കണ്ട ഒരാൾക്ക് പേടിയാണ് കേട്ടോ. ഞാൻ കാട്ടുമെന്നൊക്കെ ഉള്ള പേടിയാണ്. ഇത് കണ്ടാൽ തന്നെ പോട്ടാ പൂച്ച. ആ പൂച്ചേൻ്റെ കുട്ടി കുറേ ദിവസം ഇവിടെ വെച്ചിന്, അതിനാണ് കുറേ നോക്കുകയും ചെയ്തത്. അതാണ് ആ പൂച്ചനെ ഒരു ദിവസം പേടിപ്പിച്ച്. അപ്പം അതിനൊരു പേടി കൂടി ഉണ്ടാവും, അതായിരിക്കും. പിന്നെ ഇതാണ്ട കാക്കൾ എപ്പോഴാണ് പോവാറിയോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞും എൻ്റെ പറ്റിച്ചല്ലേ എന്ന് പറഞ്ഞ് നല്ല ചിന്തിച്ച് നോക്കണേ. അല്ല, കാക്കൾ എന്നും വരും കേട്ടോ. നമ്മളന്നേരം കാക്കളെ പായിപ്പിക്കുന്ന ടീമേഴ്സ് അല്ല. പക്ഷേ കാക്ക സ്വന്തം പറന്നു പോകുന്നതാണ്. ഇവർ എന്താ ചെയ്യുന്നത്, നമുക്ക് അങ്ങോട്ട് മാറിക്കാണ്. അപ്പം അടുത്തുള്ള എന്താ പറയുക മോട്ടറിലത്തെ വെള്ളമില്ലേ, ആ ടാങ്കിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ടാങ്കിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ടാങ്കിൽ നിന്ന് ഒരു കാക്ക വെള്ളം കുടിക്കുകയാണ്. ആർക്കും അറിയില്ല കേട്ടോ അത് കാക്ക കുടിച്ച വെള്ളമാണെന്ന്. അപ്പം നമ്മളില്ലേ മഴ വീണ ദിവസമൊക്കെ നമ്മളെ തറ എന്നിട്ട് ഇത് കൊണ്ടോ തറ നോക്കിയാൽ എല്ലാം ചെടി അന്ന് ഒരു ദിവസം നമ്മളിത് മുഴുവനും പറിച്ചിട്ട് ക്ലീൻ ആക്കിയതാണ്. ഇന്നിപ്പോൾ കണ്ടോ, അത് പച്ച നിറമായിട്ട് കഷ്ടപ്പെടുത്തുന്ന ആ മരല്ലേ, ഈ കാണുന്ന വലിയ മരം അതുവരെ അവിടെ ഇല്ലേനും ഗൈസ്. പിന്നെ പുതിയതായി മുട്ടി നീച്ച് വന്നതാണ് വലിയ. ആ മഴ വന്നിട്ട് അല്ലാതെയുള്ള ഇതൊക്കെയാണ്.
പിന്നില്ലേ നമ്മളില്ലേ ഇതെന്താണെന്നല്ലേ ഞാൻ വിളിച്ച് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇതാരാണെന്നാണ് ഞാൻ ചിന്തിച്ച് നോക്കണം. കണ്ടോ നിങ്ങൾ ഒരു പുതിയത് ഇതൊക്കെ വാടിയെങ്കിലും ഇത് കണ്ടോ ഒരു പുതിയത് ഇവിടെ നിന്ന് മുട്ടി നീച്ച് തന്നു. ഇതായിട്ട് കാണിച്ചു നോക്കട്ടോ.